ഹലോ ഗൈസ്, അപ്പം നമ്മൾ ബേപ്പൂർ ഫെസ്റ്റിന് പോട്ടോ. എന്താ പരിപാടി എന്നൊന്നും കറക്റ്റൊന്നും അറിയില്ല. എന്തായാലും പോയേക്കാം. എന്നാലും അടിപൊളിയായിട്ട് മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തോന്നുന്നു, അറിയില്ല. എന്തായാലും പോയേക്കാം. അവിടുത്തെ അവസ്ഥ, അവിടുത്തെ വീഡിയോ എടുക്കാൻ മീൻസ് അവിടെ ഫുള്ള് സൗണ്ടല്ലേ കാരണം ഓൺ വോയിസ് എടുക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയായാലും നമ്മളൊന്ന് ചെയ്യും. അപ്പോൾ നമ്മൾ ബേപ്പൂർ ഫെസ്റ്റിന് അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ബേപ്പൂർ ഫെസ്റ്റ് പോകുന്നത്. എൻ്റെ പൊന്നോ, പോയപ്പോൾ തന്നെ മതിയായി, അത്രക്കും ആൾക്കാരായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ നടക്കണ ഗ്യാപ്പിൽ തന്നെ ആകെ 4-5 ഗ്യാപ്പുണ്ട്. മീൻസ് ബീച്ച് ഏരിയയാണ്. അപ്പോൾ ബീച്ച് ഏരിയയിൽ കുറേ വീടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെറിയ ഗ്യാപ്പിലേ ഉണ്ടാവുള്ളൂ അങ്ങോട്ട് ബീച്ചിലേക്ക് എത്തണമെങ്കിൽ. ബേപ്പൂർ തീരെ സ്ഥലമല്ല, ബാക്കിയുള്ള ബീച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബേപ്പൂർ തീരെ സ്ഥലമല്ല നടക്കാനൊന്നും. അപ്പോൾ അത്രക്കും ആൾക്കാരാണ്. നമ്മളിങ്ങോട്ട് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്, കുറേ ആൾക്കാർ എന്താ അങ്ങോട്ട് പരിപാടി തുടങ്ങുകയുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ചില ആൾക്കാരൊക്കെ ഇനി ആൾക്കാർ കൂടി എന്തെങ്കിലും ഇഷ്യൂ ആവുമെന്ന് വിചാരിച്ചിട്ടേക്കാരം അവിടെ പോരുന്നത്. പിന്നെ കുറേ പോലീസുകാർ പറഞ്ഞാൽ എന്തായാലും ഒരു 100-500 പോലീസുകാരുണ്ടാവും അവിടെ. കോഴിക്കോട് ജില്ലയിലത്തെ പോലീസുകാർ മൊത്തം വന്നുകൊണ്ട് ബീച്ചിൽ തോന്നുന്നു. കാരണം അത്ര ആൾക്കാരാണ്. മീൻസ് കുറേ ആൾക്കാരില്ലേ, 10,000-ങ്ങളാണ്. നമ്മൾ എന്നെ തീരുവില്ല, അത്രയൊക്കെ ഉണ്ട്. പിന്നെ ഈ പോലീസുകാർ എന്നെ നോക്കുകയാണ്. കാരണം ഞാൻ കുറേ, എൻ്റെ കൂടെ 5 ഗേൾസ് ഉണ്ട്. അപ്പോൾ പോലീസുകാർ നോക്കണേ ഏതാ ഇവൻ ഒരു കോഴിയാണ് നോക്കി കയറും. കാരണം പോലെ പറഞ്ഞ കാര്യമില്ല, കാരണം എല്ലാവരും നോക്കുന്നുണ്ട്. കാരണം ഞാൻ മാത്രമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ, ബാക്കി 5 ആൾക്കാർ ഗേൾസാണ്, ഞാൻ മാത്രമേ പോയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു സദാചാര നോട്ടം എന്നൊക്കെ അറിയില്ല, അങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ മൈൻഡാക്കിയില്ല, നമ്മൾ പിന്നെ മൈൻഡാക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മളെങ്ങനെയാണ് നമുക്കറിയാലോ. അപ്പോൾ പരിപാടി ഇതാണ്. എത്രമാതിരി ആൾക്കാരറിയോ, എൻ്റെ പൊന്നു മക്കളെ നോക്ക്, ഫുള്ള് ആൾക്കാർ. അത്രക്ക് പറഞ്ഞാൽ ഒരു കാല് ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല ഇവിടെ വന്നാൽ. കാരണം ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ അത്രക്കും ആൾക്കാരാണ്. നമ്മളൊക്കെ എടുത്തിട്ട് ഈ എയറിലെടുക്കുകയാണ്. കാരണം അങ്ങനെ തിക്കും തിരക്കുമല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മരണമൊക്കെ ഉണ്ട്. പിന്നെ സൗബിൻ ഷാർ വന്ന വരവാണത്. അത്ര നേരം ക്യാമറയും പിടിച്ച് സ്റ്റേജിലേക്ക് പിടിച്ചിരുന്ന ആൾക്കാരൊക്കെ മൊത്തം സൗബിൻ ഷാറിനെ ഇപ്പോൾ വീഡിയോ എടുക്കണേ. ലെഫ്റ്റിലാണ് ഇത് തന്നെ സ്റ്റേജ് തന്നെ. ഇപ്പോൾ എല്ലാവരും നിൽക്കണോക്ക് ആ സൈഡിലേക്ക്. സൗബിൻ ഷാറൊക്കെ ഞാനൊക്കെ ഫസ്റ്റ് ടൈം കാണുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, ഫിലിമിൽ കാണുന്ന ഒരു സംസാരം ഒന്നല്ല, റിയലായിട്ട് കാണുമ്പോൾ നല്ല മാറ്റമുണ്ട്. പിന്നെ എൻ്റെ സൗണ്ടിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എൻ്റെ സൗണ്ടിനെ കുറിച്ച് ഒന്നും പറയരുത്. കാരണം ഇന്നലെ മുതൽ എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ്, നല്ല സൗണ്ട് അടഞ്ഞിട്ടുണ്ട്. കാരണം അത്രക്കും ചാടിക്കളിക്കണം അവിടെ. ആ പരിപാടിയൊക്കെ അല്ലേ നല്ല അത്രക്കും മീൻസ് ഞാൻ ഇന്നലെ നാട്ടിലേക്ക് എത്തിയപ്പോഴാരോ 5:30 നാട്ടിലെത്തി, സുബൈക്ക് 5:30. കാരണം അവിടുന്ന് പരിപാടി കഴിഞ്ഞ് 12 മണി ആ ടൈമിൽ പിന്നെ അടുത്ത ബീച്ചിൽ പോയി അവിടെ കുറേ ഇരുന്ന് പിന്നെ അവിടുന്ന് മലപ്പുറം എത്തിയപ്പോൾ ഒരു 5:30 അത്രയ്ക്ക് തണുപ്പിന്. പിന്നെ ഒരു പ്രൊമോഷൻ്റെ പരിപാടി എടുക്കാൻ കേട്ടോ സ്റ്റേജിൽ. മീൻസ് ഇവർ സൗബിൻ ഷാറിൻ്റെയും ബേസിൽ ജോസഫിൻ്റെ പുതിയ ഒരു മൂവി ഇറങ്ങുന്നുണ്ട്, റിലീസാവുന്നുണ്ട് ജനുവരി 26 തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പ്രൊമോഷനാണ് നടക്കുന്നത് സ്റ്റേജിൽ. പടം ട്രെയിലറൊക്കെ കണ്ടിട്ട് അടിപൊളിയായി തോന്നുന്നു. കാരണം എല്ലാവരും മീൻസ് ഏകദേശം എല്ലാവർക്കും, ഞാൻ ചോദിച്ചവർക്കൊക്കെ ഇഷ്ടമായി തോന്നുന്നു ട്രെയിലറൊക്കെ. അത്രക്കും മൂവി രസമുണ്ട് തോന്നുന്നു. പിന്നെ എല്ലാവരും സ്റ്റേജിലൊക്കെ തന്നെ, ഞങ്ങൾ കുറച്ച് മൊയ്താൾ മാത്രം അവിടെ ഇങ്ങനെ ക്യാമറയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ വേറെ ആരും ഡാൻസ് കളിക്കണില്ല ഞങ്ങളെ കൊടുത്തിട്ട്. ഞങ്ങളെ ഈ ഏരിയയിൽ എല്ലാവരും തന്താരും തള്ളവരുമാണ്, ഞങ്ങൾ മാത്രമാണ് ഡാൻസ് കളിക്കുന്നത്. എല്ലാവരും ഞങ്ങളെ നോക്കുകയാണ്. കാരണം ഞാൻ ചോദിച്ചു, ഞാൻ അത്ര ഫേമസ് ആയി വിചാരിച്ചു. കാരണം നോക്കുമ്പോൾ മീൻസ് അതെല്ലാം നോക്കണേ. ഞാൻ മാത്രം പോയി, ബാക്കി 5 ഗേൾസിൻ്റെ കൂടെ ഞങ്ങൾ മൊത്തം ചാടിക്കളി, ഫുള്ള് ചാടിക്കളി. അതാണ് എല്ലാവരും നോക്കണേ. നമുക്കൊരു വൈബല്ലേ. പിന്നെ മറ്റൊരു ചാടി കളിച്ച് കണ്ടില്ലേ, ആ സംഭവം എന്താ വെച്ചാൽ അവർക്ക് സ്റ്റേജിൽ കാണില്ല, അതിന് ചാടാണ്. കാരണം കുറച്ച് ഹൈറ്റുള്ള ആൾക്കാർക്ക് മാത്രമേ കാണുള്ളൂ. കാരണം അത്ര ആൾക്കാരാണ് മുന്നിൽ. ഈ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കൊന്നും കാണില്ല. ഇവള് കുറച്ചൊരു ഹൈറ്റ് ഉണ്ട്, ഇവൾക്ക് വരെ കാണില്ല. എനിക്ക് തന്നെ കുറച്ചേ കാണുള്ളൂ, മര്യാദ കാണില്ല. പിന്നെ നമ്മൾ ഫുള്ള് ചാടിക്കളേനെ, ചേച്ചിമാരും എല്ലാവരും നമ്മളിങ്ങനെ നോക്കുക. കാരണം ഇവരെന്താ ഈ കാണിക്കണേ, ആരും മറ്റേ വല്ല അന്യഗ്രഹ ജീവികളെ നോക്കണ പോലെ നോക്കുകയാണ്. കാരണം നമ്മളിങ്ങനെ നാക്കിൽ വൈബിൽ ഇങ്ങനെ ചെക്കന്മാരല്ലേ, നമ്മൾ യങ്സ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ അത് ലെവലിൽ ഇങ്ങനെ ചാടി കളിക്കുകയൊക്കെയാണ്. നമ്മൾ ഡാൻസ് കണ്ടപ്പോൾ ചാടുമല്ലോ, അങ്ങനെയാണല്ലോ. പിന്നെ ഇത് വേറെ വൈബേന്, ഫുള്ള് ഡ്രോൺ വെച്ചിട്ടുള്ള പരിപാടി. എൻ്റെ മോനെ 300 ഡ്രോൺ വെച്ചിട്ടുള്ളതാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം. നമുക്ക് കാണുമ്പോൾ സിമ്പിളാണെങ്കിലും അത് ചെയ്യുമ്പോൾ ഉള്ള റിസ്ക് ഭയങ്കര തന്നെയാണ്. അത്രയും ഒരു അത്രയും മീൻസ് അത്ര ടൈം വെച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ട്. സംഭവം അടിപൊളിയായിരുന്നു. എൻ്റെ വോയിസ് നല്ല കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെയൊക്കെ എന്തോ പോലെ സൗണ്ട് എനിക്ക് കറക്റ്റ് സംസാരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെടുന്നുണ്ട്. വെൽക്കം ടു ബേപ്പൂർ. ഇതൊക്കെയാണ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിന്. ഇത് സ്റ്റാർട്ടായിട്ടുള്ളൂ കേട്ടോ. ഇനി പരിപാടികൾ ഒരുപാട് വരാണ്ട്. എനിക്കാണെങ്കിൽ ഒറ്റ ഇരിപ്പിലാണ് എല്ലാം പറഞ്ഞു തീർക്കാൻ കഴിയണില്ല. കാരണം എൻ്റെ സൗണ്ട് അത്രയ്ക്ക് കേൾക്കണേ. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കൊഞ്ഞുള്ളമാർക്കൊക്കെ ഉണ്ടാവില്ല, അതേപോലെയൊക്കെ ആവുന്നുണ്ട്. കാരണം സംസാരിക്കാൻ കഴിയണില്ല. ഞങ്ങളിപ്പോൾ നിർത്തിയിട്ടൊന്നുമില്ല. സ്റ്റേജിൻ്റെ ലൈറ്റൊക്കെ മീൻസ് ഫ്രണ്ടത്തെ ലൈറ്റൊക്കെ ഓഡിയൻസ് ലൈറ്റൊക്കെ ഓഫാക്കിന്.
അപ്പോഴും നമ്മളെല്ലാം ചാടിക്കളിയാണ് ഓരോ കൂടെ. ഇവരാണെങ്കിലോ നിർത്തണമില്ല. ഇവർ ചാടി കളിക്കുമ്പോൾ എനിക്കും നേക്കാണ്. കാരണം ഒരു ചാടിന് നമ്മളതേപോലെ തിരിച്ച് ചാടിന് ഭയങ്കര രസമാണ് പരിപാടി. ഞാൻ മാത്രമേ വീഡിയോ നമ്മളെ ഫേസ് ചെയ്തിട്ട് വീഡിയോ എടുക്കണം. ബാക്കിയുള്ളതൊക്കെ സ്റ്റേജിൽ ഫേസ് ചെയ്ത് വീഡിയോ എടുക്കണേ. ഞാൻ മാത്രം നമ്മളെ ഫേസ് ചെയ്ത് വീഡിയോ എടുക്കണം. അപ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ഞാൻ ചിത്രം പെട്ടെന്ന് ഫേമസ് ആയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആകെ 2 മാസമായിട്ടുള്ളൂ. പിന്നെ ഒരേ വൈബിന് ഒരേ ചാടിക്കളി ഒന്നും നോക്കില്ല. ഫുൾ പവർ. ഇത്രേ ഉള്ളൂ. നമുക്കൊരു ചെറിയ ലൈഫല്ലേ ഉള്ളൂ. ആ ചെറിയ ലൈഫിൽ മാക്സിമം എൻജോയ് ചെയ്യണ്ടേ. കിട്ടണ സംഭവങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം. അത്രേ ഉള്ളൂ. അല്ലാതെ ഇൻട്രോവേർട്ടായി നിന്നിട്ടെന്താ കാര്യം. നമ്മൾ അടിപൊളിയായിട്ട് പരിപാടി നമ്മൾ കളറാക്കി. വേറെ ആരും ബാക്കിയുള്ളവർ കളറാക്കിയില്ലെങ്കിൽ നമ്മൾ കളറാക്കി. നമ്മൾ ചാടി കളിക്കാനുള്ളവർ ചാടി കളിച്ച് പിന്നെ സൈലൻ്റ് ആവുന്ന സൈലൻ്റായി എല്ലാം ചെയ്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. ആണോ കുറച്ച് മോയിൻ്റെ ചാടി കളിച്ചിട്ടുണ്ട് ബാക്കിൽ. സംഭവം സ്റ്റെപ്പൊന്നും കറക്റ്റ് അറിയില്ലെങ്കിലും വെറുതെ എന്തെങ്കിലുമാണ് കാട്ടിക്കൂട്ടുക. പിന്നെ അങ്ങനെ കുറേ റൗണ്ട് അടിച്ച് ക്യാമറ എടുത്തിട്ട്. കാരണം എല്ലാവരും കാണണ്ടേ. ഞാനും ഒരു പരാതി വേണ്ട എൻ്റെ വീഡിയോയിൽ ആരും വന്നില്ല എന്നുള്ളത്. പിന്നെ കുറേ ആൾക്കാർ വീഡിയോയിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ബാക്കിൽ നിന്നൊക്കെ. ഓർക്ക് ഒരു നേരം ഞാൻ കുറേ ഞാൻ വലിയ യൂട്യൂബർ എന്നാ നമുക്കല്ലേ അറിയുള്ളൂ. ഞാൻ 2 മാസമായുള്ളൂ യൂട്യൂബർ തുടങ്ങിയിട്ട്. സംഭവം എന്താ പറയുക, ഓൺ വോയിസ് ഇട്ടത് കോപ്പിറൈറ്റ് വരണ്ടല്ലോ വെച്ചിട്ടാണ് ഓൺ വോയിസ് ഇട്ട്. ഇനി കുഴപ്പമില്ല, ഇനി വരാണ്ട് പറ്റേ വിചാരിച്ചിട്ട് ഞാൻ ഒറിജിനൽ വോയിസ് ഇട്ടുണ്ട്. ഒരു അഹങ്കാരമില്ലാത്ത മനുഷ്യൻ വിനീത് ശ്രീനിവാസന്. കാരണം കുറച്ചൊക്കെ അഹങ്കരിച്ചിട്ടുള്ളൂ. കാരണം അത്രയും ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത്ര വലിയ സിംഗറാണ്. ഒരു അഹങ്കാരമില്ല. നോർമലായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെ. പിന്നെ ഇനി അടുത്ത ആഴ്ച കാണാം കേട്ടോ. ഈ ആഴ്ച വീഡിയോ ഇല്ല, അടുത്ത ആഴ്ച കാണാം. പിന്നെ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളി. കുറേ വീഡിയോസ് വരുന്നുണ്ട്.